ചിത്രത്തിൽ സൈൻ എക്സ് കോസ് എക്സ് എന്നിവ കാണുക. നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്, ഒരു ത്രികോണം തന്നിട്ടുണ്ട്, പേര് PQR. അതിലത്തെ ഒരു ന്യൂനകോൺ തന്നിട്ടുണ്ട് X ഡിഗ്രി. ഇതിലത്തെ വശങ്ങൾ തന്നിട്ടുണ്ട് ABC. നമുക്ക് കാണേണ്ടത് സൈൻ എക്സും കോസ് എക്സും. സൈൻ തീറ്റ കാണുന്നുള്ള സൂത്രവാക്യം എതിർവശം ബൈ കാരണം, കോസ് തീറ്റ കാണുന്നുള്ള സൂത്രവാക്യം സമീപവശം ബൈ കാരണം. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ന്യൂനകോണിൻ്റെ അളവാണ്. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ സൈൻ എക്സ്, കാരണം എക്സ് ആണ് തന്നിരിക്കുന്നത് ന്യൂനകോണിൻ്റെ അളവ്. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് പകരം സൈൻ എക്സ് എന്നെഴുതാം. സൈൻ എക്സ് കാണണം. സൈൻ എക്സ് കാണാൻ എതിർവശം ബൈ കാരണം. ഇതിൽ ഏതൊക്കെയാണ് വശങ്ങൾ അടയാളപ്പെടുത്തണം. അതായത് ഇത് മട്ടത്രികോണാണ്, കാരണം ഈ കോൺ 90 ഡിഗ്രിയാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. 90 ഡിഗ്രിയുടെ എതിർഭാഗത്തിനെ നമ്മൾ എന്താ പറയുക? കർണം എന്ന് പറയും. 90 ഡിഗ്രിയുടെ എതിർഭാഗത്തിനെ കർണം അഥവാ ഹൈപ്പോട്ട്ന്യൂസ്. മറ്റ് രണ്ട് വശങ്ങൾ എതിർവശവും സമീപവശവുമാണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ന്യൂനകോണുണ്ടല്ലോ, ഏതാണോ ന്യൂനകോൺ തന്നിരിക്കുന്നത് അതിൻ്റെ എതിർഭാഗം എതിർവശം എന്ന് പറയും, അവശേഷിക്കുന്ന വശം സമീപവശം. അപ്പോൾ 90 ഡിഗ്രിയുടെ എതിർഭാഗത്ത് കർണം എന്നെഴുതുക, നമുക്ക് തന്ന ന്യൂനകോണിൻ്റെ എതിർഭാഗത്ത് എതിർവശം എന്നെഴുതുക, അവശേഷിക്കുന്ന വശത്ത് സമീപവശം എന്നെഴുതുക. ഇനി നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക. സൈൻ എക്സ് കാണാൻ എതിർവശം ബൈ കർണം. ഇതിൽ എതിർവശം എത്രയാണ്? A ആണ്. എതിർവശം ബൈ കർണം പറയുമ്പോൾ A ബൈ കർണം എത്രയാണ്? C. അടുത്തത് കോസ് തീറ്റ. ഇപ്പോൾ നമ്മൾ സൈൻ തീറ്റയ്ക്ക് പകരം സൈൻ എക്സ് എഴുതി, അതുപോലെ കോസ് തീറ്റ കോസ് എക്സ്. കോസ് എക്സ് സമം സൂത്രവാക്യം എന്താ? സമീപവശം ബൈ കർണം. ഇതിൽ സമീപവശം എത്രയാണ്? സമീപവശം B ആണ്, ബൈ കർണമോ C ആണ്. അപ്പോൾ കോസ് എക്സ് സമം B ബൈ C.